അപ്പം ഗൈസ് നമ്മളിന്ന് സൗത്ത് ആഫ്രിക്കനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവാണ്. ചർച്ച ചെയ്യുന്നത് ഞാനല്ല, നമ്മളെ സ്വന്തം നിസാർക്കയാണ്. അപ്പൊ നിസാർക്ക് ഈ അടുത്താണ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു യാത്ര കഴിഞ്ഞ് നമ്മളെ കേരളത്തിലേക്ക് എത്തിയത്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചതാണ് നിസാർക്കിനെ കൊണ്ട് സൗത്ത് ആഫ്രിക്കന്റെ ഒരു റിവ്യൂ അറിയിപ്പിക്കണം എന്ന്. അപ്പൊ നിസാർക്ക, നമ്മളിപ്പോ ഒരുപാട് ചെറുപ്പം മുതൽ കേട്ടൊരു കാര്യമാണ് സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു പഴയ അല്ലെങ്കിൽ ഒരു ഇരുണ്ട സ്ഥലമാണ്. ഒരു എന്താ പറയാ, അത്ര അപ്ഡേറ്റഡ് അല്ലാത്ത, അങ്ങനെ ഒരു പ്രത്യേകതരം പഴമ തോന്നിക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സത്യം പറയാൻ സൗത്ത് ആഫ്രിക്ക ഇപ്പോഴും അങ്ങനെയാണോ? നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ദുബായ് പോകണം, അല്ലെങ്കിൽ മലേഷ്യ പോകണം, തായ്ലൻഡ് പോകണം, അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും സൗത്ത് ആഫ്രിക്ക നമ്മൾ സെലക്ട് ചെയ്യില്ല യാത്ര പോകാൻ. പക്ഷെ എന്നിട്ടും നിസാർക്ക് സൗത്ത് ആഫ്രിക്ക യാത്ര പോയി. നല്ല കാരണം എന്താ? സൗത്ത് ആഫ്രിക്ക നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു അത്രയൊന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കൺട്രി, എന്നാലും ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം. അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഏഷ്യ ഉപഭൂഖണ്ഡം കഴിഞ്ഞ് നമ്മളൊരു ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ഒരു രാജ്യം പോയി കാണുക എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ മനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഡെവലപ്പ് ചെയ്തൊരു രാജ്യം. അതുകൊണ്ട് ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടിയാണ് അവിടുത്തെ. നമ്മുടെ ഇന്ത്യയിലെ ബീച്ചും ഇന്ത്യയിലുള്ള അത്ര തന്നെ ബീച്ച് അവിടെയുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ബീച്ചും അവിടെയുള്ള ബീച്ചും ഒരുപാട് വ്യത്യാസം. ഭയങ്കര പ്രകൃതി രമണീയമായ ബീച്ചുകളാണ് ഈ ബീച്ചിൽ. നമ്മളെ ബീച്ച് വളരെ ലെവലല്ല, അങ്ങനെ ഒരു സീ ലെവലിൽ നിന്ന് പെട്ടെന്നല്ലല്ലോ, സ്റ്റീപ്പായിട്ടല്ലല്ലോ പൊത്തുന്നത്. ഇപ്പം വയനാടൊക്കെ പോലുള്ളൊരു സ്ഥലം എത്തണമെങ്കിൽ ഏതാണ്ട് ബീച്ചിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 50-60 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് എത്തുള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു മൗണ്ടെയിൻസ് ബീച്ചിൽ തന്നെ, അങ്ങനെ ഒരു മൗണ്ടെയിൻസ് വയനാട് ബീച്ചിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. വയനാട് പോലത്തെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ബീച്ചിൽ തന്നെ, പെട്ടെന്ന് സഡൻ മൗണ്ടെയിനാണ് ബീച്ചിൽ തന്നെ മൗണ്ടെയിൻസ്. ഓ നിങ്ങളൊന്ന് അതൊന്ന് ഇമാജിൻ ചെയ്യും. നമ്മളെ വയനാട് ബീച്ച് ഇപ്പൊ പെട്ടെന്ന് കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോയി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതോ വയനാട് കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോയി എങ്ങനെ ഉണ്ടാവും? അത് ഇമ്പോസിബിൾ ആണ് നമുക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രകൃതിന്റെ ഒരു രമണീയതയാണ് അവിടെ കാണാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് പർവ്വതങ്ങൾ, കടലിനോട് ചേർന്ന് പർവ്വതങ്ങൾ. അപ്പൊ എന്നിട്ട് അതിൽ കൂടെ പോവാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ ആ മൗണ്ടെയിൻസിന് ഡെവലപ്പ് ചെയ്ത് റോഡ് ഉണ്ടാക്കിയിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് മൗണ്ടെയിൻ വന്നു കഴിഞ്ഞാൽ, കടലിനോട് തൊട്ട് മൗണ്ടെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ റോഡ് ഉണ്ടാവില്ലല്ലോ. ആ റോഡ് ഡെവലപ്പ് ചെയ്ത് അത് മൊത്തം അത് ഒരു കൺട്രീന്റെ ചുറ്റും മൗണ്ടെയിൻസ് ആണ് ബീച്ചിൽ. ഒരിക്കലും മാത്രമല്ല, അധിക സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ്. അങ്ങനെയാണല്ലോ വാസ്കോ ഡ ഗാമ ഈ ഇന്ത്യ ആണെന്ന് വെച്ചിട്ട് ആദ്യം പോയത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ അയാൾ ഇന്ത്യ ആണെന്ന് ആദ്യം കരുതിയത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇത് ഇന്ത്യ അല്ലാന്ന് വിചാരിച്ചിട്ട് പിന്നീട് അവിടെ ബ്രേക്ക് എടുത്തതിന് ശേഷം ആണ് ഇന്ത്യയിലെത്തിയത്. അപ്പൊ വാസ്കോ ഡ ഗാമ അവിടെ വന്ന സ്ഥലത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് പിന്നെ പോയത് കോഴിക്കോട് കാപ്പാടേക്കാണ്. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ബോർഡിൽ ആ വാസ്കോ ഡ ഗാമ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് കാപ്പാടുന്നുണ്ട്, കോഴിക്കോട് തന്നെ ഉണ്ട്, കോഴിക്കോട് കാപ്പാട് തന്നെ എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് അത്ര നിസ്സാരമായ സ്ഥലമല്ല. സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് ആളുണ്ട്. അതെ. അപ്പൊ ഈ നിങ്ങൾ കണ്ടതിൽ സൗത്ത് ആഫ്രിക്കയാണ് ഏറ്റവും ഭംഗി, അല്ലെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും ഭംഗി? ഇന്ത്യന്റെ ഒരു ഭംഗി വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇന്ത്യ നമ്മളിങ്ങനെ കുറെ കണ്ടിങ്ങനെ വരികയാണല്ലോ. നമുക്കൊരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഭംഗിയുണ്ടല്ലോ. എന്തായാലും കേരളം ഒരു വേറൊരു ഭംഗിയാണെങ്കിലും അവിടുത്തെ പ്രകൃതി രമണീയതക്കൊപ്പം അവരെ രാജ്യം നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷ പോലെയല്ല സൗത്ത് ആഫ്രിക്ക. അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് തന്നെ പോലെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. നാച്ചുറൽ റിസോർട്ട് ഇപ്പോഴാണ് എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ എന്താ പറയാ, ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്ഥലം സൗത്ത് ആഫ്രിക്കയില് കേപ്പ് ടൗൺ. ഞാൻ പോയത്, ഞാൻ അത്രയും സ്ഥലങ്ങളൊന്നും പോകാൻ കഴിച്ചിട്ടില്ല. ഒരു 6-7 ദിവസം കൊണ്ട് പറ്റാവുന്ന മാക്സിമം കറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ എല്ലാവരും പോകുന്നൊരു സ്ഥലം കേപ്പ് ടൗൺ ആണ്. കേപ്പ് ടൗണിൽ ആണ് നമ്മളെ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കേബിൾ കാർ. അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. 100 വർഷം മുമ്പ് എത്രയോ അടി ഹൈറ്റിലേക്കുള്ള ഒരു പർവ്വതത്തിലേക്ക് കേബിൾ കാർ
ഒരു എത്തിച്ചിട്ടുണ്ട്. ആ കേബിൾ കാറിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും കാണാം. ഈ അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു കടല് ചൂടുവെള്ളവും മറ്റേ കടലിൽ തണുത്ത വെള്ളവും, അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു വാളൊന്നുമില്ല. ഇല്ല, പക്ഷെ മനസ്സിലാവും. അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങള് ഈ പർവ്വത ഈ കടലിനെ ഒരു മതിലും കൂടെ ഇല്ലാതെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരു നമ്മളിപ്പോ ഒരു ഗ്ലാസ് ഒരു പാർട്ടീഷൻ ഉണ്ടാവൂലേ, ചൂടുവെള്ളം തണുത്ത വെള്ളം. ഒരു കടലിന്റെ ഒരു ഭാഗത്ത് നിന്നാല് ഭയങ്കര തണുപ്പ് വെള്ളം, അതിന്റെ മറ ഒന്നുമില്ല. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് രണ്ടിന്റെയും കളറും വ്യത്യാസം. ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് ബ്ലാക്ക് ആണ്. ബ്ലാക്കോ? ഈ ചെങ്കടലല്ലോ. അല്ല, ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യൻ. അങ്ങനെ അത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. പ്രകൃതി ദൈവം അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകിയ പ്രകൃതി ഭംഗി ദൈവം കനിഞ്ഞു നൽകിയ സ്ഥലല്ലേ. നിങ്ങള് എങ്ങനെയാണ് അങ്ങോട്ട് പോലെ തീരുമാനം എടുത്തത്? ആരൊക്കെ? പെട്ടെന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട്, രണ്ടാൾക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ സാധാരണ അങ്ങനെ മുൻകൂട്ടി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യുന്നതാണ്. പെട്ടെന്ന് തോന്നി കുറച്ച് ടൈം ഗ്യാപ്പ് ഇപ്പം റംസാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇങ്ങോട്ട് നമ്മൾ അതിന്റെ റിലീജിയസ് ആയിട്ട് പോകല്ലേ, കുറച്ച് രാജ്യങ്ങൾ കാണാന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. വ്യത്യസ്തമായ രാജ്യങ്ങൾ കാണുക, അവിടുത്തെ ഭക്ഷണ രീതിയും അവിടുത്തെ എക്സ്പോഷേഴ്സും ഒക്കെ കണ്ട് അവിടെ ഒരു ടൂറിസ്റ്റൊക്കെ ഭയങ്കര സൗകര്യമാണ്. പക്ഷെ ആൾക്കാർ ഇപ്പോഴും പേടിയാണ് അവിടെ ഇങ്ങനെ പിടിച്ചു പറയും അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ കുറെ അവിടുത്തെ ഒരു നാച്ചുറൽ അങ്ങനെ ഉണ്ട്, പക്ഷെ അതെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ പറയുന്ന പോകുമ്പോഴൊക്കെ എയർപോർട്ടിലൊക്കെ എത്തുമ്പോൾ നമ്മളോട് ഫോണും വില കൂടിയ വാച്ചും അതൊന്നും എടുക്കരുത്, ഇതാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ചിട്ട് അവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് അവരെ ഇതാക്കാനൊന്നുമില്ല. നമ്മള് കൂടുതൽ ഒന്ന് സേഫ് ആവണം, പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലും വലിയ കുഴപ്പമൊന്നായിട്ട് എനിക്ക് തോന്നി. അത് ഇതിന്റെ ആ സാധനം വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊന്നും ചേർക്കാം. ശ്രദ്ധിച്ചില്ല. അപ്പം ഇനിയിപ്പോ എന്താ പറയാ, നിങ്ങൾ അതും പറഞ്ഞല്ലേ, ഇനി ഇതൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് വീഡിയോ കട്ട് ചെയ്ത് ഞാൻ ചെയ്യേണ്ടത്. യൂട്യൂബ് ഒന്നും അല്ല, കട്ട് ചെയ്ത് ചെയ്യേണ്ടത് തരാം. പിന്നെ ഇപ്പൊ എന്താ ബുക്ക് നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്ക പോയിട്ട് ഭീതിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിക്കാം? നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ടൂർ പാക്കേജിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മള്. അല്ല, അവിടെ മലയാളീസ് ഉണ്ടോ സൗത്ത് ആഫ്രിക്ക? മലയാളികൾ എത്തിപ്പെടാത്ത നാടുണ്ടാവും. മലയാളികളുണ്ട്, പക്ഷെ നമുക്കൊന്നും നമ്മളങ്ങനെ പ്രത്യേകിച്ചിട്ട് മലയാളികളും കാണാനൊന്നും ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളങ്ങനെ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് നമ്മുടെ സ്ഥലങ്ങൾ ആസ്വദിക്കുക, അവിടുത്തെ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കഴിയുക. നമ്മളിപ്പോൾ ഒരാളെല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കാണാനും പഠിക്കാനൊക്കെ നമ്മളെ സമയം നഷ്ടപ്പെടുത്തി. ദുബായിലെ പോലെ ഫുള്ള് ഈ മലയാളീസ് അങ്ങനെയല്ലേ? ഇന്ത്യക്കാർ നന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ് തുടങ്ങാൻ പോകുന്ന ഒരു രാജ്യം സൗത്ത് ആഫ്രിക്ക അല്ലേ? സൗത്ത് ആഫ്രിക്ക നോക്കി വെച്ചോളി, പണിക്കൊക്കെ അങ്ങോട്ട് ഇട്ടോളില്ലേ? അതെ. ഇപ്പൊ ഇന്ത്യക്കാർക്ക് ഒരുപാട് ആൾ അവിടെ വന്ന് ഇത് നോക്കുന്നുണ്ട്, സൗകര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ല, അവിടെ എന്താണ് ഇപ്പൊ മെയിൻ സോഴ്സ്? എന്താ ടൂറിസ്റ്റ് തന്നെ മെയിൻ സോഴ്സ്? ടൂറിസ്റ്റ് അല്ല, അവിടെ നാച്ചുറൽ റിസോഴ്സസ് കണ്ടമാനുള്ള സ്ഥലം. ഇപ്പം ഏറ്റവും വലിയ ഗോൾഡ് മൈനിങ് നടക്കുന്നത് വേൾഡില് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക അല്ലേ? അതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണാനുണ്ടല്ലോ. ഭയങ്കര ഫാക്ടറി, ഗോൾഡ് മൈനിങ് ഫാക്ടറി, ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് മൈനിങ് ഫാക്ടറി. അവിടെ ഗോൾഡിന് വില കുറവുണ്ടോ? അങ്ങനെ വില കുറയാൻ, ഗോൾഡിന് വേൾഡ് വൈഡ് അല്ല മാർക്കറ്റിൽ വില കുറവുണ്ട്, പക്ഷെ ഫാക്ടറി അവിടെയാണ്. ഏതായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ കഴിയുന്നതും ഒറ്റക്കൊന്നും പോവാതിരിക്കുക. ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എക്സ്പോഷർ നടത്താൻ കഴിയും. അപ്പം ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ നമുക്ക് മാക്സിമം സ്ഥലം റിലാക്സ് ചെയ്ത് പോകില്ല നമ്മള്. അപ്പം എന്റെ ബക്കറ്റ് ലിസ്റ്റിലും സൗത്ത് ആഫ്രിക്ക ആഡ്. അപ്പൊ ഓക്കെ നിസാർക്ക, താങ്ക് യു.